ബീഹാറിൽ നോട്ടീസ് നൽകാതെ വോട്ടർമാരെ പട്ടികയിൽ നിന്ന് ഒഴിവാക്കിയെന്ന സത്യവാങ്മൂലം തെറ്റെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സുപ്രീംകോടതിയിൽ. അർഹരായവരെ വോട്ടർ പട്ടികയിൽ ഉൾപ്പെടുത്താൻ അവസരമൊരുക്കുമെന്ന് സുപ്രീംകോടതി വ്യക്തമാക്കി. വോട്ടർ പട്ടികയിൽ നിന്ന് ഒഴിവാക്കിയവരുടെ പട്ടിക പ്രശാന്ത് ഭൂഷൺ കോടതിയിൽ സമർപ്പിച്ചു. ഈ ധനസുമോദ് ചേരുന്നു. ധനസുമോദ് വിവരങ്ങൾ. ധന്യ, 1.5 മണിക്കൂർ വളരെ ശക്തമായ വാദപ്രതിവാദമാണ് സുപ്രീം കോടതിയിൽ നടന്നത്. അഭിഭാഷകരായ പ്രശാന്ത് ഭൂഷൺ അടക്കമുള്ളവർ വളരെ ശക്തമായിട്ട് തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഓരോ നടപടിക്രമങ്ങളെയും നിശിതമായി വിമർശിച്ചത്. ഇതിൽ യോഗേന്ദ്ര യാദവ് കൂടി അദ്ദേഹം നേരിട്ട് ഹാജരായി. അദ്ദേഹവും പറഞ്ഞത് ആളുകളെ, വോട്ടർമാരെ യഥാർത്ഥത്തിൽ അർഹതയുള്ള വോട്ടർമാരെ ഒഴിവാക്കാൻ വേണ്ടി SIR ഒരു ആയുധമാക്കി തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എടുക്കുകയാണ് എന്നുള്ളൊരു കാര്യമാണ് പറഞ്ഞത്. പക്ഷേ ആ സമയത്ത് യോഗേന്ദ്ര യാദവ് വാദിക്കുമ്പോൾ യോഗേന്ദ്ര യാദവിന് ഈ തരത്തിൽ പ്രസംഗിക്കാൻ അവസരം നൽകരുത് എന്ന് പോലും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറഞ്ഞിരുന്നു. പക്ഷേ ആ തരത്തിലുള്ള തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വാദങ്ങളെ ഒന്നും മുഖവിലക്കെടുക്കാതെ വീണ്ടും അവരെ തന്നെ വാദിക്കാൻ അനുവദിക്കുകയായിരുന്നു സുപ്രീം കോടതി ചെയ്തത്. സുപ്രീം കോടതിയുടെ ഒരു കാഴ്ചപ്പാടിൽ അവർ ഒരു ഇടക്കാല ഉത്തരവ് പോലെ ഒരു 2 വരി ആദ്യം പറഞ്ഞിരുന്നു. അത് ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത് എല്ലാവർക്കും അർഹമായ ഒരാളെ പോലും വോട്ട് ചെയ്യുന്നതിൽ നിന്ന് തടയില്ല. അവർക്ക് വീണ്ടും തെരഞ്ഞെടുപ്പിന്റെ വോട്ടർ പട്ടികയിലേക്ക് വീണ്ടും വരാനുള്ള ഒരു സൗകര്യമൊരുക്കും. അതിനുവേണ്ടി ഇപ്പോൾ ചെയ്യേണ്ടത് കാര്യം സാധാരണ BLOമാർ ചെയ്യുന്ന രീതിയിലേക്ക് വീണ്ടും അവരുടെ ഒരു തെരഞ്ഞെടുപ്പ് നടത്തി അവരെ വീണ്ടും രേഖാപരമായിട്ട് തന്നെ വോട്ടർ പട്ടികയിൽ ഉൾപ്പെടുത്തുന്നതിന് വേണ്ടി ധാരാളം സമയമുണ്ടാകും. അതുകൊണ്ട് തന്നെ മറ്റു വോളണ്ടറിയർമാരെ കൂടി രൂപീകരിച്ച് ഈ സന്നദ്ധ സേവകരെ കൂടി ഉൾപ്പെടുത്തി വോട്ട് നഷ്ടമായ അർഹരായവരെ വോട്ടർ പട്ടികയിലേക്ക് ഉൾപ്പെടുത്താനുള്ള ഒരു സംവിധാനം ഒരുക്കണം എന്നാണ് സുപ്രീം കോടതി ആവശ്യപ്പെട്ടത്.